من الشيطان الرجيم. بسم الله الرحمن الرحيم. أفرأيتم الماء الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون. اتقوا الله عباد الله. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽബറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മളോട് ഏറെ സ്നേഹവും കാരുണ്യവുമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കുവാൻ സദാ പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ വയനാട് ജില്ലയിലെ മുണ്ടക്കൈ, അതുപോലെ തന്നെ ചൂരൽ മലയിലെ ഉരുൾപൊട്ടലിലൊക്കെ ഉണ്ടായപ്പോൾ സംഭവിച്ച നാശനഷ്ടങ്ങളും വിഷമങ്ങളുടെ അവസ്ഥകളുമെല്ലാം സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ കണ്ടുവരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയവരുടെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഹൃദയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പതിവ് പോലെയുള്ള ഒരു ദിവസം, സാധാരണയുള്ള ഒരു ദിവസം, രാത്രി സന്തോഷത്തോടുകൂടി കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിച്ച് വിദ്യാർത്ഥികൾ അവരുടെ രൂപത്തിലും രക്ഷിതാക്കൾ അവരുടെ കാര്യത്തിലും സാധാരണ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാകാറുള്ളത് പോലെ സന്തോഷത്തോടുകൂടി കിടന്നുറങ്ങിയ ആളുകൾ, വിശ്വാസികളെ, തലേ ദിവസം ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകിയ അനുഗ്രഹീതമായ ഭവനം പോലും ഇല്ലാതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ആരോഗ്യം കൊണ്ട് നേടിയെടുത്ത സമ്പത്ത് പോലും ഇല്ലാതെ, എവിടെയാണ് വീട് എന്ന് പോലും അറിയാത്ത രൂപത്തിൽ എല്ലാം തകർന്നു പോയ, എല്ലാം ഇല്ലാതായി പോയ വല്ലാത്ത ഒരു ശക്തമായ റബ്ബിന്റെ പരീക്ഷണത്തിൽ അകപ്പെട്ടു പോയ ആളുകൾ എത്രത്തോളം എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, പ്രിയപ്പെട്ടവരെ, അവിടെ നിന്നും മനുഷ്യ ശരീരങ്ങൾ ഒലിച്ചുപോയി, അഥവാ ശരീരത്തിന്റെ അവയവങ്ങൾ പോലും ഇല്ലാതെയായി ചാലിയാർ പുഴയുടെ തീരങ്ങളിലേക്ക് പോലും അത് എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത നമ്മൾ കേട്ടവരാണ്. ഗർഭിണികളായ സ്ത്രീകള്, പൊന്നോമന കുഞ്ഞുങ്ങളെ പോലും വേർപിരിഞ്ഞുകൊണ്ട് വളരെ പ്രയാസത്തോടുകൂടി ലോകത്തോട് വിട പറഞ്ഞു പോയത് നമ്മൾ കണ്ടവരാണ്, കേട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പോലും എന്റെ കുട്ടിയെ ഒന്ന് കിട്ടിയിരുന്നുവെങ്കിൽ, എന്റെ ഉമ്മയെ ഒന്ന് കിട്ടിയിരുന്നുവെങ്കിൽ, എന്റെ ഉപ്പയെ ഒന്ന് കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ആലോചിച്ചും അന്വേഷിച്ചും നടക്കുന്ന ആരോഗ്യമുള്ള യുവാക്കളുടെ ചരിത്രങ്ങളും കഥകളും എല്ലാം, പ്രിയപ്പെട്ടവരെ, ഈ ഒരു 2-3 ദിവസങ്ങൾക്കുള്ളിൽ കേട്ടവരാണ്, മനസ്സിലാക്കിയവരാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, നമ്മളും മനുഷ്യരാണ്. നമ്മൾ ജീവിക്കുന്ന ഭാഗത്ത് വീടുണ്ട്, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് കെട്ടിടങ്ങളുണ്ട്, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് പുഴയുണ്ട്, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ അവർ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും ഉണ്ട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള മരണങ്ങള്, ഇത്തരത്തിലുള്ള ദുരന്തങ്ങള് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് കൊണ്ടുവരുമ്പോൾ വിശ്വാസികളായ നമ്മുടെ മേൽ ചില ബാധ്യതകളുണ്ട്. എന്താണെന്നറിയോ? ഏറ്റവും വലിയ ബാധ്യത എന്ന് പറഞ്ഞാൽ ആ പ്രയാസപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ആത്മാർത്ഥമായി കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദുരന്തത്തിൽ നിന്ന്
സാധാരണ മഴക്കാലം എന്ന് കേൾക്കുമ്പോ നമ്മുടെ കുട്ടികൾക്കൊക്കെ വലിയ സന്തോഷമുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കടലാസ് തോണി ഉണ്ടാക്കി മുഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിലൂടെ ആ ഉണ്ടാക്കിയ തോണികളെ അവരിങ്ങനെ തുഴഞ്ഞുകൊണ്ട് പോകുന്ന വളരെ നൈർമല്യമായ ഏതൊരു രക്ഷിതാക്കൾക്കും അവരുടെ കണ്ണിന് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു കാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് മഴ വെള്ളം എന്ന് കേൾക്കുന്നത് പോലും നമ്മുടെ പുരോഗമന മക്കളുടെ ഹൃദയങ്ങളിൽ ഭീതി പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കുടുംബനാഥന്മാർ അവർക്ക് കിട്ടുന്ന സമയങ്ങളിലെല്ലാം അവർ തങ്ങളുടെ തോട്ടങ്ങളിലേക്ക് കർഷകരായിക്കൊണ്ട് അവർ പോകുമായിരുന്നെങ്കിൽ ഇന്ന് അത് വളരെ ഭയാനകരമായി കൊണ്ടാണ് പല ആളുകളും കാണുന്നത്. അതെ, ഇത്തരത്തിലുള്ള മരണങ്ങള്, കുട്ടികള്, അതുപോലെ തന്നെ വൃദ്ധര്, അതുപോലെ തന്നെ മറ്റുള്ള രോഗികള്, പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിലൂടെ മരണപ്പെട്ടു പോയവരുടെ കഥനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ സന്ദർഭത്തിൽ വയനാട് ജില്ലയിൽ നടന്ന ഈ ദുരന്ത പാഠങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവരെ, വിശ്വാസികളായ നമുക്ക് ചില പാഠങ്ങൾ ഉൾക്കൊള്ളിക്കുവാനുണ്ട്, നമ്മൾ ഉൾക്കൊള്ളാനുണ്ട് ഇൻഷാ അല്ലാഹ്. അതാണ് ഇന്നത്തെ നമുക്ക് മനസ്സിലാക്കുവാനുള്ള വിഷയം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്നുള്ളത് മഴ എന്നുള്ളത് അല്ലാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തമാകുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ ഉദ്ദേശിച്ചാൽ അത് നൽകും. അതിനെ നിയന്ത്രിക്കുന്നവൻ, അതിനെ കൺട്രോൾ ചെയ്യുന്നവൻ, അതിനെ മതിയായ രൂപത്തിൽ ഈ ഭൂലോകത്തേക്ക് അയക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. പടച്ച റബ്ബ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. അല്ലാഹുവിന്റെ ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ. അതിനെ കാർമേഘങ്ങളിൽ നിന്ന് ഇറക്കിയത് നിങ്ങളാണോ അതോ നമ്മളാണോ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത് ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഖൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ മനുഷ്യരെ, നിങ്ങളുടെ വെള്ളം അങ്ങ് വറ്റിപ്പോയി കഴിഞ്ഞാൽ, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ സമൃദ്ധമായ നല്ല വെള്ളമുണ്ടല്ലോ, അതങ്ങ് വറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരാണ് ആ ഉറവ് വെള്ളം കൊണ്ടുവന്ന് തരിക? ആരുമില്ല. ആര് മാത്രമുള്ളൂ പ്രിയപ്പെട്ടവരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതുകൊണ്ട് ഈ മഴയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമ്പോൾ, ആ മഴയിൽ അമിതമായി നമുക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ പടച്ച റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, പടച്ചോനെ ഉപകാരപ്രദമായ മഴയെ നീ ഞങ്ങൾക്ക് നൽകണമേ അല്ലാഹ്. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, പടച്ചോനെ ഇതിനെ ഞങ്ങൾക്കൊരു ഭീതിയാക്കിക്കൊണ്ട് പ്രയാസമാക്കിക്കൊണ്ട് നീ തരല്ലേ എന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയണം. അപ്പൊ ഒന്നാമത്തെ പാഠം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ. മഴ എന്നുള്ളത് റബ്ബിന്റെ വലിയ ഒരു ദൃഷ്ടാന്തമാണ്. രണ്ടാമത്തെ പരീക്ഷണം എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ മനുഷ്യരായ നമ്മൾ ദുർബലരാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ നിഅമത്ത് കൊണ്ട് മാത്രമാണ് നമ്മൾ നടക്കുന്നത്. പടച്ച റബ്ബിന്റെ ഫضل കൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്. നോക്കിയേ നിങ്ങള്, ഈ അടുത്ത് കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ ദുരന്തങ്ങളുടെ വാർത്തകൾ നിങ്ങളെടുത്ത് പരിശോധിച്ചോ? താനൂസ് എന്ന സ്ഥലത്ത് നടന്ന ബോട്ട് അപകടത്തെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിൽ വെച്ച് നടന്നുകൊണ്ടുണ്ടായ ഈ ദുരന്തങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താ? അവിടെ ആളില്ലാത്ത പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അവിടെ ആളുകളില്ലാത്ത പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ശക്തരായ ആരോഗ്യമുള്ള ആളുകളുണ്ട്. പക്ഷേ ഒന്നും അവരെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. നിമിഷ നേരം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയി. അള്ളാന്റെ മുമ്പിൽ നമ്മൾ ആരാണ്? നമ്മൾ ദുർബലരാണ്. അപ്പൊ പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ദുർബലരാണ്. ആർക്കും ഒന്നും നിയന്ത്രിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം. അന്ന് പറയാണ്, യാ അയ്യുഹന്നാസ്
അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ അലിയുൽ ഹമീദ്. മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിന്റെ ആശ്രിതന്മാരാകുന്നു. അല്ലാഹു ആകട്ടെ സ്വയം പര്യാപ്തനും സുദീർഘനുമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായമില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളില്ല. നമ്മൾ എത്ര സ്തുതിക്കണം. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ആ വാർത്തകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ എത്രയെത്ര സങ്കടമാണ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായത്. നമുക്കില്ലേ ഉമ്മയും കുടുംബം, കൂട്ടുകാരും, ഭാര്യയും, മക്കളും അല്ലേ? നമ്മളങ്ങനെ ജീവിക്കുന്ന ആളുകളല്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ഈ ഒരു രൂപത്തിലുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകണം. അതുപോലെ വിശ്വാസികളെ, മൂന്നാമതായി കൊണ്ട് നമുക്കുള്ളൊരു പാഠം എന്താണെന്നറിയോ? ചെറിയ ശിക്ഷകൾ എന്നുള്ളത് വലിയ ശിക്ഷകളിൽ നിന്നും മടങ്ങാനുള്ള മുന്നറിയിപ്പുകളാണ്. എങ്ങനെ? ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ രൂപത്തിലുള്ള പരീക്ഷണങ്ങളെല്ലാം വരാനിരിക്കുന്ന വലിയ പരീക്ഷണത്തിൽ അകപ്പെടാതെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വലിയ മാർഗമാണ്. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഏറ്റവും വലിയ ശിക്ഷ കൂടാതെ ഈ ഐഹികമായ ജീവിതത്തിലൂടെ ചില ചെറിയ തരം ശിക്ഷകളും നാം അവരെ ആസ്വദിപ്പിക്കുന്നതാണ്. ലഅല്ലഹും യർജിഊൻ, അവർ ഒരു വേള മടങ്ങിയേക്കാമല്ലോ. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ, നമുക്ക് പാഠമുണ്ട്. നമുക്ക് പഠിക്കുവാൻ ഒരുപാട് ചിന്തിക്കുവാനുള്ള പാഠങ്ങളുണ്ട്. നാലാമതായി നമുക്കുള്ള ഏറ്റവും വലിയ ഒരു പാഠം എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഖേദിച്ചു മടങ്ങുവാനുള്ള സന്ദർഭമാണ്, ചിന്തിക്കുവാനുള്ള സന്ദർഭമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറതൻ ഔ മറതൈൻ. അവർ ഓരോ കൊല്ലവും ഒന്നോ രണ്ടോ തവണ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് അവർ കാണുന്നില്ലേ? അല്ലാഹു ചോദിക്കുകയാണ്. ثم لا يتوبون ولا هم يذكرون. എന്നിട്ടും അവർ ഖേദിച്ച് മടങ്ങുന്നില്ല, എന്നിട്ടും അവർ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല. ഇത്തരത്തിലുള്ള ദുരന്തങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും അടിക്കടെ ജീവിതത്തിലൂടെ കടന്നു വരുമ്പോഴും വിശ്വാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ നമുക്ക് പാഠമുണ്ട്. നമ്മൾ ഖേദിച്ചു മടങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി കൊണ്ട് ഖേദിച്ചു മടങ്ങാൻ നമുക്ക് സാധ്യമാകണം. ഇന്ന് നടന്നത് വയനാട് ജില്ലയിലാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നാളെ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്കാകാം. അല്ലാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഖേദിച്ചു മടങ്ങുവാനും ചിന്തിച്ചു മനസ്സിലാക്കുവാനും ഇത് നമുക്കൊരു പാഠമായി തീരണം. അതുപോലെ അഞ്ചാമതായിക്കൊണ്ട് നമുക്കുള്ള ഒരു പാഠം തന്നെ പ്രിയപ്പെട്ടവരെ, അദൃശ്യവും ഭാവിയും അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. എത്രയോ ആളുകൾ ഇവിടെ മുദബ്ബിറുൽ ആലമീങ്ങളുണ്ട്, ഇവിടെ ഭാവി നോക്കുന്ന ആളുകളുണ്ട്. വരാനിരിക്കുന്ന കാര്യങ്ങളെ, ഭാവി കാര്യങ്ങളെ അറിയുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്, ആലിമീങ്ങളിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകൾ എവിടെയാണ് പ്രിയപ്പെട്ടവരെ? ഓക്കെ, നിങ്ങൾ അല്ലേ എത്ര സന്തോഷത്തോടു കൂടി ജീവിച്ച് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു കുടുംബത്തിലെ 10, 20, 16 പേര് പോലും ഈ ലോകത്തോട് കൂടെ പറഞ്ഞു പോകണമെങ്കിൽ കെട്ടിയുണ്ടാക്കിയ വീട് പോലും കാണാതില്ലാതെ, നാട്ടിലുണ്ടായ വിദ്യാലയങ്ങൾ കാണാതില്ലാതെ, സ്വന്തം മക്കളെ ഒരു നോക്ക് പോലും കാണാൻ പോലും കഴിയാത്ത ആ ഒരവസ്ഥയിലേക്ക് ഇത്രയേറെ വലിയ ഒരു ദുരന്തം പ്രിയപ്പെട്ടവരെ ഉണ്ടായിട്ട് എവിടെയാണ് ഭാവി പ്രചരിക്കുന്ന ആളുകൾ? എവിടെയാണ് ഭാവി അറിയുന്ന ആളുകൾ? ഇല്ല പ്രിയപ്പെട്ടവരെ, അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. നബിയെ പറഞ്ഞു കൊടുക്കുക, ആകാശഭൂമിയിലുള്ളവരാരും അദൃശ്യ കാര്യങ്ങൾ അറിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയുകയാണ്, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ, വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ.
നിങ്ങൾ എന്നാണ് ഉയർത്തിയേൽപ്പിക്കപ്പെടുക എന്ന് പോലും നിങ്ങൾക്കറിയൂല. എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതുപോലെ റബ്ബ് പറഞ്ഞില്ലേ, ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവൻ. എന്നാൽ അവന്റെ അദൃശ്യമായ കാര്യങ്ങൾ യാതൊരാൾക്കും അവൻ വെളിപ്പെടുത്തി കൊടുക്കുകയുമില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആർക്കെങ്കിലും ഈ ഒരു അദൃശ്യ കാര്യങ്ങൾ അറിയുവാനുണ്ടായ കഴിവുണ്ടായിരുന്നുവെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിക്കുമായിരുന്നില്ലേ? നിങ്ങൾ ആ സ്ഥലം നിങ്ങൾ വിട്ടുപോയിക്കോ, ആ വീട് വിട്ട് നിങ്ങൾ മാറിപ്പോയിക്കോ, അവിടെ നിന്ന് നിങ്ങൾ പിരിഞ്ഞു പോയിക്കോ, നിങ്ങൾക്ക് ഭയാനകമായി കൊണ്ടുള്ള ഒരു ശിക്ഷ നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ ആരുണ്ട് ഇവിടെ? ഒരാളും ഇല്ല. അപ്പൊ അദൃശ്യമായ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് അറിയുന്നവൻ എന്നുള്ള വലിയ ഒരു പാഠം പ്രിയപ്പെട്ടവരെ ഈ ദുരന്തം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആറാമതായി കൊണ്ട് നമുക്കുള്ള പാഠം എന്താണെന്നറിയോ? ദുരിതങ്ങൾക്ക് മുമ്പിൽ, പ്രയാസങ്ങൾക്ക് മുമ്പിൽ, പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ വിനയാന്വിതരായിക്കൊണ്ട് നിൽക്കുക എന്നുള്ളതാണ്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ വിനയാന്വിതരായിക്കൊണ്ട് നമ്മൾ നിൽക്കുക. അതിനെ പഠിക്കുവാനോ, അതിനെ ചീത്ത പറയുവാനോ, അതിനെ ശകാരിക്കുവാനോ, ഈ പണ്ടാറടങ്ങിയ മഴ എന്നുള്ള പ്രയോഗങ്ങളൊക്കെ പ്രയോഗിക്കുവാനോ പ്രിയപ്പെട്ടവരെ വിശ്വാസികളായ നമുക്ക് സാധ്യമല്ല. നമുക്കത് പാടില്ലാത്ത കാര്യമാണ്. അല്ലാഹു പറയുന്നു, വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വദ്ദറാഇ. നിനക്ക് മുമ്പ് നാം പല സമൂഹങ്ങളിലേക്കും ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വദ്ദറാഇ ലഅല്ലഹും യതളറഊൻ. അനന്തരം അവരെ കഷ്ടപ്പാടും ദുരിതവും കൊണ്ട് നാം പിടികൂടിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാൽ ലഅല്ലഹും യതളറഊൻ, അവർ വിനയാനിതരായി കൊണ്ട് തീരാൻ വേണ്ടിയിട്ടാണ്, വിനയമുള്ള ആളുകളാകാൻ വേണ്ടിയിട്ട് അവർക്ക് ചില പരീക്ഷണങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് നബിയേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ പരീക്ഷണങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് ശാരീരികമായും സാമ്പത്തികമായും അവർക്ക് വേണ്ടി പ്രാർത്ഥനയും അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായവുമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നമ്മളൊന്ന് ആലോചിച്ചോളി പ്രിയപ്പെട്ടവരെ, എത്ര സങ്കടം ഉണ്ടാകും ആ വീട്ടുകാർക്കൊക്കെ, എത്ര പ്രയാസം ഉണ്ടാകും. നമ്മുടെ കുട്ടിയുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടാക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുമോ? നമ്മുടെ ഉമ്മയുടെ കൈകാലുകൾ ഒന്ന് മുറിഞ്ഞു പോകുന്നു നമ്മൾ ഇഷ്ടപ്പെടുമോ പ്രിയപ്പെട്ടവരെ? ഒരിക്കലുമില്ലല്ലോ, ഒരിക്കലുമില്ല അല്ലെ? എത്രയെത്ര സ്വപ്നങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇല്ലാതായി പോയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വാക്ക് ഒന്നുകൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നമ്മളും മനുഷ്യരാണ് പ്രിയപ്പെട്ടവരെ. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
പ്രിയപ്പെട്ടവരെ, ശിക്ഷകൾ അഥവാ പരീക്ഷണങ്ങൾ ഇറക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് തിന്മകളുടെ ആധിക്യമാണ്. സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, നമ്മുടെ മക്കളോടൊത്ത് പോലും നമുക്കതിരുന്ന് കാണാൻ പറ്റാത്ത അവസ്ഥയിലുള്ള വാർത്തകളാണ്. അപ്പൊ ഏറ്റവും ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് പ്രിയപ്പെട്ടവർ, തിന്മകളിൽ നിന്ന് മാറി നിന്ന് പാപമോചനം അല്ലാഹുവിങ്കിൽ നിന്ന് തേടുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതുപോലെ وما كان الله ليعذبهم وأنت فيهم وما كان الله معذبهم وهم يستغفرون. എന്നാൽ നീ അവർക്കിടയിൽ ഉണ്ടായിരിക്കെ അല്ലാഹു അവരെ ശിക്ഷിക്കുന്നതല്ല. അവർ പാപമോചനം തേടിക്കൊണ്ടിരിക്കുമ്പോഴും, നോക്കണേ പ്രിയപ്പെട്ടവരെ, وما كان الله معذبهم وهم يستغفرون. അവർ പാപമോചനം തേടിക്കൊണ്ടിരിക്കുമ്പോഴും അല്ലാഹു അവരെ ശിക്ഷിക്കുന്നതല്ല. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇസ്തിഗ്ഫാർ എന്നുള്ളത്, പാപമോചന പ്രാർത്ഥന. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, മറ്റൊരു പാഠം എന്നുള്ളത് കൂടെയുള്ളവരോട് കരുണ കാണിക്കുക, അവരെ സഹായിക്കുക എന്നുള്ളതാണ്. എല്ലാം നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അല്ലേ? വാർത്താ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയാ നഫസ അല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ആരെങ്കിലും ഒരു സത്യവിശ്വാസിയുടെ പ്രയാസം ഈ ലോകത്ത് വെച്ചുകൊണ്ട് നീട്ടിക്കൊടുത്താൽ, ഒരു പ്രയാസത്തെ അവൻ ഇല്ലാതാക്കി കൊടുത്താൽ, നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രയാസത്തെ നീക്കി കൊടുക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വീട് നഷ്ടപ്പെട്ടവരാണ്, മക്കളെ നഷ്ടപ്പെട്ടവരാണ്, ഭാര്യയെ നഷ്ടപ്പെട്ടവരാണ്, ഉണ്ടാക്കിയെടുത്ത സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയവരാണ്. നമ്മളെ കൊണ്ട് കഴിവിന്റെ പരമാവധി നമ്മൾ അവരെ സഹായിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വമയ്യസ്സറ അലാ മുഅ്സിരിൻ യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയാ വൽ ആഖിറ. ആരെങ്കിലും ഒരു സത്യവിശ്വാസിക്ക് അവന്റെ പ്രയാസത്തെ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ടൊന്ന് എളുപ്പമാക്കി കൊടുത്താൽ, യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയാ വൽ ആഖിറ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഈ ദുനിയാവിലെയും നാളെ പരലോകത്തിലെയും പ്രയാസത്തെ എളുപ്പമാക്കി കൊടുക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. എത്ര വലിയ നല്ല സന്ദേശമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്നത് പ്രിയപ്പെട്ടവരെ, അല്ലേ? അപ്പൊ ഈ രൂപത്തിൽ നമ്മളെ കൊണ്ട് കഴിവിന്റെ പരമാവധി, നമ്മളെ കൊണ്ട് ശാരീരികമായും സാമ്പത്തികമായി കൊണ്ടും നമ്മൾ അവരെ സഹായിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ നമ്മൾ എടുക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ വയനാട് ജില്ലയിലെ ആ ഉരുൾപൊട്ടലിലും പ്രയാസത്തിലും ഒക്കെ അകപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സമാഹരണത്തിന് വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുക്കലുള്ള നല്ല ഒരു തുക, അള്ളാന്റെ നല്ലൊരു പ്രീതിയും പൊരുത്തവും ഫضലും നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കുക പ്രിയപ്പെട്ടവരെ. നമ്മളുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് ചിന്തിച്ചാൽ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകും. പഠിച്ചോനെ, ഞാനായിരുന്നുവെങ്കിൽ, എന്റെ കുടുംബമായിരുന്നുവെങ്കിൽ, എന്റെ ഭാര്യയായിരുന്നുവെങ്കിൽ, എന്റെ മക്കളായിരുന്നുവെങ്കിൽ, എന്റെ മാതാപിതാക്കളായിരുന്നുവെങ്കിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ എന്ന് മാത്രം ചിന്തിക്കുക. അല്ലാഹുവിന്റെ മാർഗത്തിൽ ആ ഒരു കളക്ഷനിലേക്ക് നിങ്ങൾ അകമഴിഞ്ഞുകൊണ്ട് നമ്മുടെയൊക്കെ പോക്കറ്റിനെ ബാധിക്കുന്ന രൂപത്തിലുള്ള സംഖ്യ തന്നെ പ്രിയപ്പെട്ടവരെ കൊടുത്തുകൊണ്ട് സഹായിക്കുക. അല്ലാഹുവിന്റെ മാർഗത്തിലാണ്, പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ടാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിനോ മരുന്നിനോ വസ്ത്രത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു നന്മക്ക് നമ്മുടെ ആ ഒരു വിഹിതം അവിടെ എത്തിയാൽ പ്രിയപ്പെട്ടവരെ,
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്ന് നമുക്ക് വലിയ ഫളലാണ്, നമുക്ക് വലിയ ബർക്കത്താണ്, പ്രതിഫലമാണ് നമ്മൾ മനസ്സിലാക്കുക. മഴ ശക്തിയായി പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ആളുകൾക്ക് വേണ്ട രൂപത്തിലുള്ള ഉപദേശങ്ങൾ നമ്മൾ കൊടുക്കുക. നമ്മുടെ പൊന്നോമന മക്കളെ നമ്മൾ ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരെ, അകാലത്തിൽ പൊലിഞ്ഞു പോയ ഒരുപാട് കുട്ടികളുണ്ട്. കുളിക്കാൻ വേണ്ടി പുഴയേക്കിറങ്ങും. യഥാർത്ഥത്തിൽ നീന്തൽ എന്താണെന്നോ, അല്ലെങ്കിൽ അവിടെ ചുഴിയുണ്ട് എന്നോ, ആഴമുണ്ട് എന്നോ, അതിന്റെ വിശാലത എത്രത്തോളം ഉണ്ട് എന്നോ ഒന്നും നമ്മുടെ മക്കൾ മനസ്സിലാക്കുന്നില്ല. ഒരു സന്തോഷത്തിന് വേണ്ടി, അല്പനേരത്തെ ആനന്ദത്തിന് വേണ്ടി, ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് പറയാൻ പുതിയ പുതിയ റീൽസ് എടുക്കുന്നതിന് വേണ്ടി സ്വന്തം ശരീരം പോയാലും സ്വന്തം ജീവൻ പോയാലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയെങ്കിലും എനിക്ക് ഫേമസ് ആകണം, എങ്ങനെയെങ്കിലും ലോകം എന്നെ അറിയപ്പെടണം എന്നുള്ള രൂപത്തിൽ അതിലേക്ക് നീങ്ങുന്ന ഈ യുവാക്കളോട്, പ്രിയപ്പെട്ടവരെ, മക്കളോട് കൃത്യമായി കൊണ്ട് ഉപദേശങ്ങൾ നൽകാൻ നമുക്ക് സാധ്യമാകണം. നമ്മുടെയൊക്കെ ചുറ്റുപാടുള്ള വീടുകളിൽ ഒരു പക്ഷേ ഈ ഒരു മഴയുടെ ആധിക്യം കൊണ്ട് വീടുകളിലൊക്കെ വെള്ളം കയറി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാകാം. അവിടെയൊക്കെ ചെല്ലുക, സന്ദർശിക്കുക, അവർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വേണമെങ്കിൽ നമ്മൾ നികത്തി കൊടുക്കുക. ഇതൊക്കെ സത്യവിശ്വാസികളായ നമ്മുടെ ബാധ്യതകളാണ് പ്രിയപ്പെട്ടവരെ. അതിനപ്പുറം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഓരോ ദിവസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ ഏതൊരു ദിവസമാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നിശ്ചയിച്ചു വെച്ച ആ മരണം എന്നുള്ള വാസ്തവം, അത് ഏത് സന്ദർഭത്തിലാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത് ആ ഒരു സന്ദർഭത്തിലേക്ക് നമ്മൾ എത്തും പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എത്തിക്കും പ്രിയപ്പെട്ടവരെ. ഒരു കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചു കൊടുക്കും. ഇതുപോലെ നമ്മളെ കുറിച്ചും ആളുകൾ പറയും. അതുകൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ കഴിവിന്റെ പരമാവധി യതീമുകളെയും പാവപ്പെട്ടവരെയും ദുരിതം അനുഭവിക്കുന്നവരെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് സഹായിക്കുന്ന നല്ല ഒരു മാനസികമായി കൊണ്ടുള്ള അവസ്ഥ നമുക്കുണ്ടെങ്കിൽ ഒരു പക്ഷേ വരാനിരിക്കുന്ന അപകടങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിച്ചേക്കാം. പടച്ച റബ്ബ് ദീനിന്റെ വിഷയത്തിൽ കൂടുതൽ അകമഴിഞ്ഞ് സാമ്പത്തികമായി സഹായിക്കുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളുടെ ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇനിയും ഒരുപാട് ആളുകളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുവാനുള്ള തിരക്കിലാണ് നിയമപാലകരായിട്ടുള്ള ആളുകൾ. ഇതുവരെയും കിട്ടാത്ത മൃതദേഹങ്ങൾ ഇനിയുമുണ്ട്, 200-ലേറെ എന്നാണ് സോഷ്യൽ മീഡിയകൾ അവിടെ നമുക്ക് റിപ്പോർട്ട് ചെയ്ത് തന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും നീ കാത്ത് സംരക്ഷിക്കുമാറാകണേ. അല്ലാഹുവേ, നാളെ ഒരു ഭാഗത്തെ സ്വർഗ്ഗത്തിലേക്കും മറ്റൊരു ഭാഗത്തെ നരകത്തിലേക്കും ആക്കുമ്പോൾ മുവഹ്ഹിദുകളുടെ കൂടെ, മുത്തഖീങ്ങളുടെ കൂടെ, മുഖ്ലിസീങ്ങളുടെ കൂടെ നാഥ നീ ഞങ്ങളെ സ്വർഗ്ഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും പഠിച്ചവനെ നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, ദുആ ചെയ്യുവാൻ ഒരുപാട് പേര് വസിയത്ത് ചെയ്തിട്ടുണ്ട് നാഥ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് രോഗികളുണ്ട് നാഥ. അല്ലാഹുവേ, പരിപൂർണമായ ശിഫ നൽകി നീ അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ ഞങ്ങൾക്ക് നീ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم
وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.